ഹലോ ഡിയേഴ്സ്, ലാത്വിയയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായ ലീഗോ ഫെസ്റ്റിവൽ അഥവാ ജാനി ആഘോഷമാണ് ഇന്ന്. ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവരുടെ തലയിലും പൂക്കിരീടങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ തലയിൽ പൂവ് കൊണ്ടുള്ള കിരീടവും പുരുഷന്മാരുടെ തലയിൽ ഓക്കുമരത്തിന്റെ ഇലകൾ കൊണ്ടുള്ള കിരീടവുമായിരുന്നു അവർ വെച്ചിരുന്നത്. ലീഗോ ആഘോഷത്തിന്റെ മറ്റൊരു പ്രധാന ആചാരമാണ് വലിയ തീക്കൂമ്പാരങ്ങൾ കത്തിക്കുന്നത്. തീ കത്തിക്കുന്നത് ദുഷ്ടശക്തികളെ അകറ്റുകയും പുതിയ വർഷത്തിൽ നല്ല ഭാഗ്യം കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ വർഷം ലീഗോയ്ക്ക് എനിക്കിതൊന്നും കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം എല്ലാ പരിപാടിയും കഴിയുന്നത് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും പൂക്കിരീടം വെച്ച് വരുന്ന കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു ആഗ്രഹം തോന്നി പൂക്കിരീടം ഉണ്ടാക്കാൻ. അങ്ങനെ വഴിയിൽ കണ്ട പുല്ലും പൂവും ഒക്കെ കെട്ടിക്കൂട്ടി ഞങ്ങളൊരു പൂക്കിരീടം ഉണ്ടാക്കി. ലീഗോ രാത്രിയിൽ മാത്രം ഒരു മാന്ത്രിക ഫേൺ പൂവ് വിരിയുമെന്നാണ് ഇവർ പറയുന്നത്. എന്താലേ, ഓരോരോ നാട്ടിൽ ഓരോരോ വിശ്വാസങ്ങൾ. രാവിലെ സൂര്യൻ ഉദിക്കുന്നവരെ ഒരു പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് അവർ അന്നത്തെ ദിവസം മുഴുവൻ അടിച്ചു പൊളിക്കുകയായിരുന്നു. ഞങ്ങൾ ലീഗോ ഫെസ്റ്റിവൽ കഴിയുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. ലീഗോ എന്നതൊരു സാധാരണ ഉത്സവമല്ല കേട്ടോ. പ്രകൃതിയോടുമുള്ള ഇവരുടെ ഏറ്റവും അടുപ്പത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉത്സവമാണ്. ശരിക്കും വിന്റർ ടൈമിൽ ഇവിടെ മരങ്ങളെല്ലാം ഇലകൾ പൊഴിഞ്ഞ് ഉണങ്ങി നിൽക്കുകയായിരിക്കും. മാത്രമല്ല സൂര്യപ്രകാശമാണെങ്കിൽ വെറും 4 മണിക്കൂറും 5 മണിക്കൂറും മാത്രമേ ഉണ്ടാവുള്ളൂ. സമ്മറിലാണ് ഇലകളും പൂക്കളും എല്ലാം വിരിഞ്ഞു തുടങ്ങുന്നത്. അതുമാത്രമല്ല യൂറോപ്പിൽ വന്നിട്ട് എന്നെ ഏറ്റവും അതിശയിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാണ് സമ്മർ ടൈമിൽ രാത്രി 12 മണിയായാലും ഇരുട്ടാവില്ല. സമ്മറിലെ ഏറ്റവും നീളമുള്ള പകലും ഏറ്റവും ചെറിയ രാത്രിയും വരുന്ന സമയത്താണ് ഇവര് ലീഗോ ഫെസ്റ്റിവൽ നടത്തുന്നത്. വിന്ററിന്റെ ഇരുട്ടിൽ നിന്ന് സമ്മറിന്റെ വെളിച്ചത്തിലേക്ക് വന്നതിന്റെ സന്തോഷമാണ് ലീഗോ ഫെസ്റ്റിവൽ. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയെയും സൂര്യപ്രകാശത്തെയും ജീവിതത്തിന്റെ സമൃദ്ധിയെയും ആഘോഷിക്കുന്ന ഒരു പുരാതന ഉത്സവമാണ് ലീഗോ ഫെസ്റ്റിവൽ. ഓരോ രാജ്യവും നമ്മളെ എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിപ്പിക്കുന്നു. ലാത്വിയയുടെ ലീഗോ ഫെസ്റ്റിവലും. ഓരോ രാജ്യത്തിനും ഓരോ നഗരത്തിനും അതിൻ്റെതായ കഥകളും സംസ്കാരങ്ങളും ആഘോഷങ്ങളും ഉണ്ടല്ലേ. ഒരുപാട് നേരം അവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തു. കുറച്ചു നേരം തീ കൂട്ടിയതിൻ്റെ അടുത്ത് വന്നിരുന്ന് തണുപ്പൊക്കെ മാറ്റി ഞങ്ങളിനി വീട്ടിൽ പോകുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.